lifestyledisorders.com കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്നാലും വീണ്ടും എല്ലാവർക്കും lifestyledisorders.com-ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നാം ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത് സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തെ സംബന്ധിച്ചാണ്. ഇന്നത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണം. ഇന്ന് സ്ത്രീകളിൽ സാധാരണയായി കാണപ്പെടുന്ന ആരോഗ്യ പ്രശ്നങ്ങളായ PCOD, അനീമിയ, ലുക്കേറിയ അഥവാ വൈറ്റ് ഡിസ്ചാർജ് എന്നീ വിഷയങ്ങളെക്കുറിച്ച് ധാരാളമായി കഴിഞ്ഞ എപ്പിസോഡിൽ പ്രതിപാദിച്ചിട്ടുള്ളതാണ്. ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സ്ത്രീകൾക്ക് ആവശ്യം വേണ്ടി വരുന്ന പോസ്റ്റ്നേറ്റൽ കെയർ അഥവാ പ്രസവശേഷം വേണ്ട ആരോഗ്യ രക്ഷകളെ കുറിച്ചാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഇന്നത്തെ ന്യൂക്ലിയർ ഫാമിലി സെറ്റപ്പിലും അതുപോലെ ഫാസ്റ്റ് ലൈഫിലും പണ്ടുണ്ടായിരുന്ന പ്രസവരക്ഷ സ്ത്രീകൾക്ക് ലഭിക്കുന്ന സാഹചര്യം ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതിനാൽ തന്നെ ഇന്ന് സ്ത്രീകൾ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നു എന്നുള്ള വസ്തുത വിസ്മരിച്ചുകൂടാ. പ്രസവശേഷമോ അതല്ലെങ്കിൽ ഒരു 40 വയസ്സ് കഴിഞ്ഞ പല സ്ത്രീകളും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ലാക്സിറ്റി ഓഫ് വെജിനൽ മസിൽസ് അഥവാ വെജിനൽ മസിൽസ് ലൂസ് ആകുക എന്നുള്ളത്. വെജിനൽ മസിൽസ് വളരെ നല്ല ഇലാസ്റ്റിസിറ്റി ഉള്ള ബാൻഡ് മസിൽസ് ആണ്. സാധാരണയായി ലൈംഗിക ഉത്തേജനം ഉണ്ടാകുമ്പോഴോ പ്രസവ സമയത്തോ ഉണ്ടാക്കപ്പെടുന്ന ഹോർമോൺസ് വെജിനൽ മസിൽസിനെ റിലാക്സ് ചെയ്യുകയും അതിനുശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചെത്തുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ വെജിനൽ മസിൽസിന്റെ ടോൺ നഷ്ടം വരികയും വെജിനൽ മസിൽസിന് പൂർണ്ണമായും പഴയ സ്ഥിതിയിലേക്ക് എത്താതെ വരികയും ഇത് വെജിനൽ ലാക്സിറ്റി അഥവാ ലൂസ്നെസ് ഓഫ് വെജിൻസ് എന്ന പ്രശ്നത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. മെനോപോസ്, ഏജിംഗ് എന്നിവയും വെജിനൽ ലൂസ്നെസ് എന്ന പ്രശ്നത്തിലേക്ക് നയിക്കുന്ന മറ്റു കാരണങ്ങളാണ്. വെജിനൽ ലൂസ്നെസ് ഉണ്ടാകുന്നതിനുള്ള പ്രധാന പ്രശ്നം ഇത് രണ്ട് പങ്കാളികൾക്കും സെക്ഷൽ സെൻസേഷനിൽ കുറവുണ്ടാകാതിരിക്കുന്നതും അത് പിന്നീട് ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളികൾക്ക് സെക്ഷൽ ഇൻറ്റിമസി കുറയുന്നതിനും കാരണമായി തീരുന്നു. അടുത്ത കാലത്ത് ഓസ്ട്രേലിയയിൽ നടത്തിയ പഠനങ്ങൾ കാണിക്കുന്നത് ആദ്യത്തെ പ്രസവത്തിന് ശേഷം ഏകദേശം 58% അമ്മമാരിലും വെജിനൽ ലാക്സിറ്റി എന്ന പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് സ്ത്രീകളിൽ പ്രസവാനന്തരമോ പ്രായം കൂടുന്നതനുസരിച്ചോ വെജിനൽ ലൂസ്നെസ് ഒരു പ്രധാന പ്രശ്നമായിട്ടുള്ളതെന്നാണ് വസ്തുത. പ്രസവ സമയത്ത് ചെയ്യേണ്ടി വരുന്ന എപ്പിസിയോട്ടമി പോലുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സും വെജിനൽ മസിൽസിന്റെ എലാസിറ്റി നഷ്ടം വരുന്നതിന് കാരണമായേക്കാം. വെജിനൽ ലൈസിറ്റി അഥവാ വെജിനൽ ലൂസ്നെസ്സിനെ വെജിനൽ പ്രൊലാപ്സ് അഥവാ ഗർഭപാത്രം തള്ളി വരുന്ന അവസ്ഥയായി ചിലർ തെറ്റിദ്ധരിക്കുന്നുണ്ടാവും. ഇത് രണ്ടും രണ്ട് രോഗാവസ്ഥയാണ്. എന്നാൽ വെജിനൽ ലൂസ്നെസ് ചിലർക്ക് വെജിനൽ പ്രൊലാപ്സ് എന്ന രോഗാവസ്ഥയിലേക്ക് നയിച്ചേക്കാം. കാരണം വെജിനൽ മസിൽസ് ലൂസ്നെസ് കറക്റ്റ് ചെയ്യുന്നവർക്ക് വെജിനൽ പ്രൊലാപ്സ് കുറയുന്നതായി കണ്ടുവരുന്നുണ്ട്. പഠനങ്ങൾ കാണിക്കുന്നത് ഒരു നോർമൽ ഡെലിവറി കഴിഞ്ഞ സ്ത്രീക്ക് അവരുടെ ആദ്യ പ്രസവത്തിന് ശേഷം ഏകദേശം ഒരു 6 മാസം കൊണ്ട് അവരുടെ വെജിനൽ മസിൽസിന്റെ ടൈറ്റ്നസ് പൂർണ്ണമായും വീണ്ടെടുക്കാൻ സാധിക്കും എന്നതാണ്. ഇതുകൊണ്ടാണ് പണ്ടത്തെ പ്രസവരക്ഷയ്ക്ക് ഒരു നിശ്ചിത സമയം മാറ്റിവെക്കപ്പെട്ടിരുന്നത്. സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രത്യേകിച്ചും പ്രസവാനന്തരം ഉണ്ടാകുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് സ്ട്രെച്ച് മാർക്ക് അഥവാ റിങ്കിൾസ്. ശരീരത്തിൽ പ്രത്യേകിച്ചും വയറിന്റെ ഭാഗത്തും മറ്റ് പാടുകൾ ഉണ്ടാവുകയും ചുളിവുകൾ കാണപ്പെടുകയും ചെയ്യുന്നത് സർവ്വസാധാരണമാണ്. ഇത് ഇന്ന് പ്രസവാനന്തരം സൗന്ദര്യം വീണ്ടെടുക്കുന്നതിന് പലപ്പോഴും തടസ്സം സൃഷ്ടിക്കപ്പെടാറുണ്ട്. ഇതിന് വളരെ നല്ല പരിഹാര മാർഗങ്ങൾ ഇന്ന് നിലവിലുണ്ടാകുന്ന കാര്യം ഞങ്ങൾ നിങ്ങളെ അറിയിക്കട്ടെ. കൂടാതെ സ്ത്രീകളിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ആരോഗ്യ പ്രശ്നമാണ് ശരീരത്തിലെ HB അഥവാ രക്തത്തിന്റെ അളവ്. പലപ്പോഴും ഒരു പ്രായം കഴിയുമ്പോൾ അല്ലെങ്കിൽ തങ്ങളുടെ ശ്രദ്ധ കുടുംബങ്ങളിലോ കുട്ടികളുടെ കാര്യങ്ങളിലൊക്കെ തിരിയുമ്പോൾ സ്വന്തം ആരോഗ്യ കാര്യങ്ങളൊക്കെ നമ്മൾ സ്ത്രീകൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. മറ്റു ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്ന് പ്രത്യേകം ഓർക്കുന്നത് നന്നായിരിക്കും. നാം ഇതുവരെ ഡിസ്കസ് ചെയ്ത സ്ത്രീകളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് കൂടുതൽ അറിയുന്നതിന് ഞങ്ങളുടെ നിർദ്ദേശങ്ങൾക്കും സഹായങ്ങൾക്കുമായി നിങ്ങൾക്ക് lifestyledisorders.com-ലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് ഞങ്ങളുടെ lifestyledisorders.com-ന്റെ ആരോഗ്യ വിദഗ്ധരുമായിട്ടും ബന്ധപ്പെടാവുന്നതാണ്. ഫോർ ഓൺലൈൻ കൺസൾട്ടേഷൻ www.lifestyledisorders.com. കൂടാതെ ഞങ്ങളുടെ ടെലിഫോൺ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും lifestyledisorders.com-ലെ ആരോഗ്യ വിദഗ്ധരുമായി ബന്ധപ്പെടണം.